നിങ്ങളിവിടെ പറഞ്ഞു വരുന്നത് ഷിംജിത വിചാരിച്ചിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഉപകാരവുമില്ല, അതായത് അവിടുന്ന് നീതി കിട്ടില്ല. അതെന്ത് ധൈര്യമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്ത് ധൈര്യമാണ് നിങ്ങൾക്ക് വിധിക്കാൻ അധികാരമില്ല. അവർക്ക് അന്നേരെ ധൈര്യം വിധിയാണോ നിങ്ങൾ അവർക്ക് അന്നേരമേ ധൈര്യം വിധിയാണോ നിങ്ങൾ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അവർക്ക് എപ്പോഴാണ് ധൈര്യം വരുന്നത്? അതായത് പൊതുസ്ഥലത്ത് നിന്ന്, അതായത് ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്താൽ അല്ലെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്തിന് എന്റെ വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു എന്ന് ചോദിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ പെൺകുട്ടീനെ എല്ലാവരും ചേർന്ന് കല്ലെറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു നമുക്കിപ്പോ ഒരു കാര്യം നടക്കുമ്പം അതിന്റെ ആ കാര്യത്തിന്റെ ഇപ്പൊ ഒരു മരം വളർന്ന് വരുവാണെങ്കിൽ അതിന്റെ ഒരു ബ്രാഞ്ചിന്റെ പ്രശ്നമാണോ അതിന്റെ വേരിന്റെ പ്രശ്നമാണോ നമ്മൾ ചിന്തിക്കണം. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു വീഡിയോ ഇട്ട് ആ വീഡിയോ കാരണം ഒരു വ്യക്തി മരണപ്പെട്ടിട്ട് ഈ വീഡിയോ ഇട്ട ആളുകളെ എങ്ങനെയാണ് ഇതുപോലെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? ന്യായീകരിക്കാൻ യാതൊന്നും ഇല്ലാത്തത് കൊണ്ട് പല രീതിയിലും ഒരു അടിസ്ഥാനവുമില്ലാത്ത ന്യായീകരണങ്ങളാണ് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കേട്ടു നോക്കാം. ശ്രീലക്ഷ്മിനെ കുറിച്ച് പല ചാനലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. ശ്രീലക്ഷ്മിയുടെ ദൃശ്യം ഇപ്പം നമ്മൾ ശരിക്കും ആ പെൺകുട്ടിയെ നമ്മൾ അല്ലെങ്കിൽ ആ യുവതിയെ നമ്മൾ കല്ലെറിയണം അതൊന്നും അല്ല നമ്മുടെ നിലപാട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിൽ നമുക്ക് രണ്ട് പക്ഷമില്ല. എങ്ങനെയാണ് ശ്രീലക്ഷ്മിനെ കാണുന്നത്? ഇതിപ്പോ ആ പെൺകുട്ടീനെ എല്ലാവരും ചേർന്ന് കല്ലെറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു നമുക്കിപ്പോ ഒരു കാര്യം നടക്കുമ്പം അതിന്റെ ആ കാര്യത്തിന്റെ ഇപ്പൊ ഒരു മരം വളർന്ന് വരുവാണെങ്കിൽ അതിന്റെ ഒരു ബ്രാഞ്ചിന്റെ പ്രശ്നമാണോ അതിന്റെ വേരിന്റെ പ്രശ്നമാണോ നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഇടേണ്ടി വന്നത്? ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ട് പോകുമ്പോഴത്തേക്കും അവർ പലപ്പോഴും കേസ് എടുക്കാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കുവാണെങ്കിലും എല്ലാവർക്കും എതിരെ ഹേറ്റഡ് അങ്ങ് പടർന്ന് ഓരോ ആൾക്കാരുടെയും ലൈഫ് എടുത്തിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പൊങ്കാലിടുകയാണ് ചെയ്യുന്നത് സൈബർ ഇടത്തിൽ. അപ്പം ഇതിന് മതിയായിട്ട് ഒരു നിയമമോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതാണ് ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. ഈ സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടാലും നമ്മൾക്കൊരു നീതി കിട്ടില്ല. അല്ലെ അവർ ഞാൻ ഒരുപാട് പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറയും കേസ് എടുക്കാൻ പറ്റാതെ. ഇപ്പം എനിക്ക് തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശംഖുമുഖത്ത് നിന്ന് എനിക്ക് രാത്രി എന്നെ കുറേ ആണുങ്ങൾ ചേർന്ന് ആക്രമിച്ചിട്ട് അപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ കേസ് എടുക്കാൻ പറ്റില്ല, നീ എന്തിനാ അവിടെ പോയിരുന്നേ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പം ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് നീതി കിട്ടുന്നില്ല. അപ്പോൾ എന്തായി മാറും? ഈ സൈബർ സ്പേസുകൾ കോടതിയായിട്ട് മാറും. അപ്പോൾ ഒരു ഷിംജിതയെ മാത്രം എല്ലാവരും കൂടെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് ആ റൂട്ട് കോസിൽ നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ നല്ലൊരു സൈബർ നിയമം ഉണ്ടായി വരണം. അല്ലെങ്കിൽ ഇവിടെ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഉള്ളത് അത് ശക്തമായിട്ട് നടപ്പിലാക്കുന്ന പോലീസ് സംവിധാനം ഉണ്ടാവണം. അപ്പൊ ഷിംജിത മാത്രമല്ല ഈ ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിത്തം ഉള്ളതെന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ സമൂഹത്തിന് മൊത്തം ഉത്തരവാദിത്തം. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സൈബർ നിയമം ശക്തമാക്കണമെന്നാണ്. അത് ഞാൻ യോജിക്കുന്നു. സൈബർ നിയമം ശക്തമാക്കുക എന്നത് ചെയ്യണം. പക്ഷേ ശ്രീലക്ഷ്മി മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ, സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റുമായി പോകുമ്പോൾ ആ കംപ്ലൈന്റ് നിരസിക്കുന്നു എന്ന്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നില്ല എന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഷിംജിതയെ ന്യായീകരിക്കാനാണ് നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷിംജിതന്റെ കേസ് എടുത്തിട്ട് തന്നെ നോക്കാം. ഷിംജിതക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ 8 പോസ്റ്റ് ഉണ്ട്, അവിടെ കംപ്ലൈന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ പോലീസിന് കംപ്ലൈന്റ് ചെയ്യാം. ഒരുപാട് മാർഗങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഷിംജിത വിചാരിച്ചിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഉപകാരവുമില്ല, അതായത് അവിടുന്ന് നീതി കിട്ടില്ല എന്ന രീതിയിൽ. അതുകൊണ്ടാണ് ഷിംജിത കേസുമായി മുന്നോട്ട് പോകാത്ത എന്നാണ് ഇവിടെ ശ്രീലക്ഷ്മി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരാൾ ആക്രമിച്ചു, അല്ലെങ്കിൽ ഒരു മോഷണം നടന്നു, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പക്ഷെ അതിന് യാതൊരു മറുപടിയും കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രതിയെ പിടിച്ചില്ല, പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. അതായത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തതിന്റെ പേരിൽ എനിക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ഓക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ വീട്ടിനെതിരെ ആക്രമണം വന്നു, അല്ലെങ്കിൽ ഒരു മോഷണം പിന്നെയും വന്നു. ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോകാതിരിക്കുമോ? അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ആ കേസ് എടുത്തില്ല, അല്ലെങ്കിൽ ആ കേസ് കൊടുത്തതിനെ കൊണ്ട് എനിക്ക് യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇനി പോലീസ് സ്റ്റേഷനിൽ പോകണ്ട എന്ന് ഞാൻ കരുതുമോ? ആരെങ്കിലും അങ്ങനെ കരുതുമോ? ഇല്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടത്. എല്ലാവരും പോയി കംപ്ലൈന്റ് കൊടുക്കും. അതായത് പ്രീവിയസ് ആയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിന് നമുക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും, അതായത് അതിനെ പ്രതിയെ പിടിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നേരെ പോവുക പോലീസ് സ്റ്റേഷനിലാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോവുക. അല്ലാതെ നമുക്ക് അവിടുന്ന് നീതി കിട്ടില്ല, അല്ലെങ്കിൽ തക്കതായിട്ടുള്ള നടപടി എടുക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി വീഡിയോ എഡിറ്റ് ചെയ്ത്
പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുക. ഇനി ഷിംജിതയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഷിംജിത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഷിംജിതയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടിട്ടുള്ള 7 or 8 വീഡിയോ, ആ വീഡിയോ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്യാൻ കാരണമാകുന്ന എലിമെന്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ അതിൽ അസ്വാഭാവികമായിട്ടുള്ള യാതൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയുടെ വാദം തള്ളി റിമാൻഡ് റിപ്പോർട്ട്. CCTV പരിശോധിച്ചതിൽ ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. അപകീർത്തികരമാകുന്ന രീതിയിൽ 7ഓളം വീഡിയോ ചിത്രീകരിച്ചതും ആത്മഹത്യാ പ്രേരണ നിലനിൽക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ വളരെ മോശമായി തന്നോട് പെരുമാറിയതിന്റെ പേരിൽ ചിത്രീകരിച്ച ഒരു വീഡിയോ അല്ല, മനഃപൂർവ്വം ഈ ഫോളോവേഴ്സിനെ കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഷിംജിത ദീപക്കിനെ ഇരയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു, ഒരു റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു. അങ്ങനെ ആ യുവാവിനെ മാനസികമായി തളർത്തുകയും അത് പിന്നീട് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലേ? അത് തീർച്ചയായിട്ടും ഈ കേസിൽ 2 വാദങ്ങളുള്ളത്, ദീപക്കിന് അനുകൂലിച്ചുള്ള വാദവും അതുപോലെ തന്നെ. കേട്ടില്ലേ, ഇങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതായത് ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുള്ള വീഡിയോ, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് അടക്കം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ വീഡിയോ ഓൾറെഡി കണ്ടതാണ്. ആ വീഡിയോ കണ്ടതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അതിൽ ഒന്നുമില്ല എന്നൊരു കാര്യം. ഇനി എന്തെങ്കിലും ഉള്ള വീഡിയോ അവരുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം കേസടക്കം അവരുടെ പേരിൽ വന്നപ്പോൾ അവരതും പൊക്കിപ്പിടിച്ച് പുറത്തേക്ക് വരുമായിരുന്നു. വന്നില്ല. അതിനർത്ഥം എന്താണ്? അവരുടെ കയ്യിൽ ഒന്നുമില്ല. CCTV ഇപ്പോൾ പരിശോധിച്ചപ്പോൾ അതിലും ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി, ആ ഒരു വീഡിയോ കാരണം ഒരു വ്യക്തി മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആത്മഹത്യക്ക് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷിംജിത എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ ഈ വെള്ള പൂശാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ കോൺവെർസേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യണം മാഡം? 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ചാപ്പയോടെ ജീവിക്കണോ? അയാൾ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്തത്? ഒരു സെക്കൻഡ്, രാഹുലിന്റെ മറുപടി. 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനുണ്ട്. അതുകൊണ്ട് സ്ത്രീ അവൻ അഡ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആയിക്കോട്ടെ മാഡം, അയാൾ എന്ത് ചെയ്യണം? അയാൾ എങ്ങനെ രാഹുൽ ഈശ്വർ, ഞാൻ രാഹുൽ ഈശ്വറിനോട് കോൺവെർസേഷന്റെ ഭാഗം മുട്ടാത്തർക്കും ആർഗ്യുമെന്റ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ക്ലാരിറ്റിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുട്ടാത്തർക്ക് ആർഗ്യുമെന്റ് കൊണ്ടുപോകുന്നെങ്കിൽ താങ്കളുടെ സഹോദരനോ എന്റെ സഹോദരനോ നേരെ 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു. അയാൾക്ക് എന്താണ് ലീഗൽ റീ? അതെ, എന്റെ സഹോദരനാണെങ്കിൽ ഞാൻ അവളോട് വൃത്തമായി ഇരുന്ന് ചോദിക്കും, ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പുറത്തെ സൈഡും കേൾക്കാൻ തോന്നും എന്തുകൊണ്ട് അവരത് പറഞ്ഞു. അല്ലാതെ ഞാൻ ആദ്യം എന്റെ ബ്രദർ പറഞ്ഞു ഇറ്റ് ഈസ് നോ, അവൻ നല്ലവനാണെന്ന് ഞാൻ വാദിക്കാൻ ശ്രമിക്കും. ആരും പറഞ്ഞില്ലല്ലോ. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പരാതി കൊടുക്കാതെ മീഡിയ കാലയറെ റേപ്പിസ്റ്റ് എന്ന് വിളിക്കും. ഇയാൾക്ക് ഒരിക്കലും ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല. മരിക്കുന്നത് വരെ ഇയാൾക്ക് റേപ്പിസ്റ്റ് ചാപ്പയുണ്ടാകും. ഇയാൾക്ക് ഭാര്യ അവർ സ്കൂളിൽ മനുഷ്യനാണ് ദീപക്. ഇവിടെ രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് മീറ്റുവിനെ കുറിച്ചാണ്. അതായത് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മീറ്റും പൊക്കിപ്പിടിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്നാണ് രാഹുൽ ഈശ്വർ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ മുട്ടാപ്പൊക്ക് ന്യായം പറയുന്നത് ആ ഒരു സ്ത്രീയാണ്. കാരണം ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് എന്റെ അനിയന അല്ലെങ്കിൽ ഏട്ടനോ മറ്റാണെങ്കിൽ ഞാൻ അവരോട് ഇരുത്തി ചോദിക്കും അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ ഇവിടെ രാഹുൽ ഈശ്വർ ചോദിച്ച ചോദ്യം വളരെ റിലവന്റ് ആണ്. കാരണം അങ്ങനെ ഒരു അലിഗേഷൻസ് 10-40 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ, അതായത് കംപ്ലൈന്റ് കൊടുക്കാതെ ഒരു മീറ്റു ഹാഷ്ടാഗ് ഇട്ട സ്പോട്ടിൽ തന്നെ സോഷ്യൽ മീഡിയയും ഒക്കെ അയാൾ റേപ്പിസ്റ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള പല പേരുകളും ആ ഒരു വ്യക്തിക്ക് ചാർത്തും. ഇതൊരു പോലീസ് കേസിലേക്ക് പോയിട്ടില്ലെങ്കിൽ അത് ആ ഒരു ചാർത്തൽ അതുപോലെ ഇട്ടും അയാൾ അത് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇനി പോലീസ് കേസിൽ പോയാൽ തന്നെ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടൊരു സംഭവമാണെങ്കിൽ എങ്ങനെ ആ വ്യക്തി അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യും? അയാൾക്ക് എവിടെ നിന്നാണ് എവിഡൻസ് കിട്ടുക ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്? അപ്പോൾ ആ വ്യക്തിയുടെ പേരിലേക്ക് ഒരു പുതിയൊരു കാര്യം വരികയാണ്, അയാൾ പീഡകനാണ് അല്ലെങ്കിൽ റേപ്പിസ്റ്റ് ആണെന്നൊരു ഇത് വന്നു കഴിഞ്ഞാൽ മരണം വരെ അയാളുടെ പേരിൽ അത് ഉണ്ടാവും. അത് ശരിയാണ്, നമുക്ക് ഒരിക്കലും അത് നിഷേധിക്കാൻ പറ്റില്ല. രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം
അത് ഈ ദീപകിന്റെ കേസിൽ വരുമ്പോൾ ദീപകിന്റെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു വീഡിയോ ഇടുകയാണ്. ആ വ്യക്തി ഇപ്പോൾ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു പക്ഷേ, അതായത് ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വീഡിയോയിൽ ഒന്നും ഇല്ല എന്ന്. അതുകൊണ്ട് ആ വ്യക്തി രക്ഷപ്പെട്ടു. ഇനി ആ വീഡിയോ കുറച്ചും കൂടിയും എന്തെങ്കിലും ഉള്ളതുപോലെ നമുക്ക്, അതായത് ചില ആളുകളെങ്കിലും ആ വീഡിയോ കണ്ടിട്ട് ദീപകിനെ വിമർശിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും വിമർശിച്ചില്ലെങ്കിലും ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കണ്ണിൽ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു പെണ്ണുപിടിയനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അതാണ് ഇവിടെ രാഹുൽ ഈശ്വർ ചോദിച്ചിട്ടുള്ളത്. കേസ് കൊടുക്കാതെ എങ്ങനെയാണ് അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുക? എന്ത് തെളിവാണ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ റീസെന്റ് ആയി നടന്നതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ CCTV റിമാൻഡ് റിപ്പോർട്ട് വന്നു, CCTVയിൽ ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു ആരോപണം വരുന്നുണ്ടെങ്കിൽ CCTV ദൃശ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നശിച്ചു പോകും ആ ഒരു വർഷമാകുമ്പോഴേക്കും. അതായത് ഒരു 10-20 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കേസ് കുത്തിപ്പൊക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു ഷിംജിത എന്ന് പറയുന്ന വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കേസുമായിട്ട് വന്നിട്ടുള്ളെങ്കിൽ CCTV ദൃശ്യമോ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു ദീപക് എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി. ഇത്തരത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരാൾ ഏതെങ്കിലും ഉന്നത പദവിയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും പഴയ കാലത്ത് എന്നെ അങ്ങനെ തൊട്ടു, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, എന്നെ അവിടെ കൊണ്ടിരുത്തി. ഈ സമയത്തൊന്നും ആണുങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. രണ്ടുപേരോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, അതിനുശേഷം പെട്ടെന്ന് പറയുന്നു അയാൾ എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പൊ ഈ അന്ന് ആ സ്ത്രീകൾക്ക് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് വന്നിട്ട് അവർ പറയുന്നത്. ഇന്ന് അവർക്ക് അതിനുള്ള ആത്മാഭിമാനവും ധൈര്യവും ഉണ്ടായി വരുമ്പോഴേ അവർക്ക് പറയാൻ വേണ്ടി പറ്റും. അത് എന്ത് ധൈര്യമാണ്? അത് അങ്ങനെ പറ്റത്തുള്ളൂ. അത് ചിലപ്പോൾ ലൈംഗിക അതിക്രമം നടക്കുന്ന സമയത്ത് തന്നെ അത് എന്ത് ധൈര്യമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്ത് ധൈര്യമാണ്? നിങ്ങൾക്ക് വിധിക്കാൻ അധികാരമില്ല. അവർക്ക് അന്നേരം ധൈര്യം. അവർക്ക് അന്നേരമേ ധൈര്യം. വിധിയാണോ നിങ്ങൾ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത് അവർക്ക് എപ്പോഴാണ് ധൈര്യം വരുന്നത്? അവർക്ക് എപ്പോൾ ധൈര്യം വേണം, അവരെപ്പോ റിപ്പോർട്ട് ചെയ്യണം, നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ആംബിയറുള്ള പുരുഷന്മാരാണ് ഇതുപോലെ നിങ്ങൾ തീരുമാനമെടുക്കും. ദീപകിനെ പോലുള്ള മരണത്തിനിടയാക്കുന്ന ഇതിൽ ശ്രീലക്ഷ്മി പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കില്ല. കാരണം ശ്രീലക്ഷ്മി പറയുന്നത് പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളപ്പം കംപ്ലൈന്റ് കൊടുക്കും, അത് എത്ര കാലം കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ അവരെ പോലത്തെ ആളുകൾ അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഉടൻ തന്നെ പ്രതികരിക്കണം എന്ന രീതിയിലാണ് അവർ സംസാരിക്കേണ്ടത്. ഇനി ആ വ്യക്തി, അയാളെ പേരെനിക്കറിയില്ല, ആയിരുന്നാലും ശരി, ആ വ്യക്തിയോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം നമുക്കറിയാം നമ്മുടെ സാഹചര്യം, നമ്മളെ സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും വുമൻസിനെ തട്ടി താഴേക്കിടാനുള്ള ഒരു പ്രവണതയിൽ നടക്കുന്ന ഒരാളാണ്. പണ്ട്, ഇപ്പോഴല്ല, ഇപ്പം കുറച്ചും കൂടി ഇംപ്രൂവ് ആയിട്ടുണ്ട്, കുറച്ചും കൂടി ലിബറൽ ആയി വരുന്നുണ്ട്. എന്നിരുന്നാലും പണ്ടത്തെ കാലം എന്ന് പറയുന്നത്, കാരണം ഈ ഒരു പെൺകുട്ടി ഇതുപോലൊരു അലിഗേഷൻ കൊണ്ടുവരുമ്പോൾ ആ പെൺകുട്ടിയുടെ ഫാമിലി പോലും ഒരുപക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യില്ല, അവരുടെ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യില്ല, കുടുംബാംഗങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, ആരും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയത്തിൽ അവർ ആ സമയത്ത് അത് പറയാതിരിക്കും. പക്ഷെ പിന്നീട് അവരൊരു സെൽഫ് ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ, അവർക്കൊരു ജോലിയൊക്കെ ആയി അവരൊരു ഡിപ്പെൻഡന്റ് അല്ലാതെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വിമൻ ആകുമ്പോൾ അവർക്കൊരു ധൈര്യം വരും. ആ ധൈര്യത്തിന്റെ രീതിയിലാണ് അവർ പല കംപ്ലൈൻസും, അതായത് നമ്മളിപ്പോൾ കാണുന്ന പല മീറ്റു അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടാളുകളിലും തെളിവുകളില്ല എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഈ അലിഗേഷൻ പറയുന്ന സ്ത്രീന്റെ അടുത്തും തെളിവുണ്ടാവില്ല മതിയായ, അതുപോലെ ഇത് ആരോപിക്കപ്പെട്ടിട്ടുള്ള പുരുഷൻ ആ വ്യക്തി അത് ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള തെളിവും ആ വ്യക്തിന്റെ അടുത്തും ഉണ്ടാവില്ല. അതായത് രണ്ടുപേരിലും തെളിവും കാര്യമൊന്നും ഉണ്ടാവില്ല. ഒരു മീറ്റു അലിഗേഷൻ കൊണ്ടുവരുന്നതിലൂടെ ഇവിടെ ഒരുപക്ഷെ അത് ജെനുവിൻ ആയിരിക്കാം, പക്ഷെ അവിടെ തെളിവുകളൊന്നും ഉണ്ടാവുന്നില്ല. ഇനി ജെനുവിൻ ഇല്ലാത്ത ഇപ്പൊ രാഹുൽ ഈശ്വർ നേരത്തെ വീഡിയോയിൽ കണ്ടപോലെ എങ്ങനെയാണ് ഡിസപ്രൂവ്, അതായത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? അതിനുള്ള തെളിവില്ലല്ലോ. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുവരുമ്പോൾ, മീറ്റു പോലത്തെ ഒരു അലിഗേഷൻ കൊണ്ടുവരുമ്പോൾ, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ തെളിവില്ല. അതായത് ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെളിവ് ആ വ്യക്തിന്റെ അടുത്തും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ വ്യക്തി ആരാകും? ഒരു പെണ്ണുപിടിയനാവും മരണം വരെ. അതാണ് രാഹുൽ ഈശ്വറിന്റെ പോയിന്റ് ഇവിടെ. ഓക്കെ, പക്ഷെ ഈ വ്യക്തി പറയുന്നത് അത് എന്ത് ധൈര്യമാണെന്നാണ്. ആ ധൈര്യം എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു വിമൻ ഇൻഡിപെൻഡന്റ് ആകുമ്പോഴുള്ള ഒരു ധൈര്യമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം അതാണ് നമ്മുടെ സൊസൈറ്റിന്റെ പ്രശ്നമാണത്, നമ്മുടെ ഫാമിലിയുടെ പ്രശ്നമാണത്.
കാരണം ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീക്ക്, അതായത് ആ കാലത്ത് തന്നെ ആ സ്ത്രീക്ക് എന്ത് ചെയ്യാം, അത് അപ്പോഴല്ല ഇപ്പോഴും ഉണ്ട്. കാരണം ഒരു ഇതുപോലുള്ള ഒരു റൈപ്പ് അലിഗേഷൻസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വയലൻസ്, സെക്ഷൽ അസാൾട്ടോ അല്ലെങ്കിൽ സെക്ഷൽ വയലൻസോ അങ്ങനെയുള്ള ഒരു കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല ഫാമിലീസും ആ പെൺകുട്ടിയെ പിറകിലേക്ക് വിളിക്കും, കംപ്ലൈന്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യില്ല. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. പക്ഷെ അവർ ഡിപ്പെൻഡന്റിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ വരുന്ന ഒരു ധൈര്യമാണ് പിന്നീട് അവർ കംപ്ലൈന്റ് കൊടുക്കുന്നത്. ദീപക് മാത്രമല്ല ഇവിടെ മരിച്ചത്, ഇവിടെ നിഖിൽ ബാബു മരിച്ചു, അതിനുമുമ്പ് സാജൻ മരിച്ചു. എല്ലാം സ്ത്രീകളുടെ ഈ ഒരു തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു അവർ മരിക്കാനുണ്ടായ കാരണം. സാർ പറഞ്ഞത് വ്യാജ പരാതിയിൽ എത്ര പേര് അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സ്ത്രീകൾ യാത്ര ചെയ്യാനുള്ള അവകാശമില്ലാതെ സൗമ്യ മരിച്ചു, നിർഭയ മരിച്ചു, ഒരുപാട് സ്ത്രീകൾ യോജിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ബാലൻസ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് മനുഷ്യര് ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ ഒരുപക്ഷെ അവരുടെ ഡിഫൻസ് ടൂൾ ആയിട്ടാണ് അവരുടെ മൊബൈൽ എടുക്കുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ വ്യസനിക്കുന്നു ആ ദീപക് മരിച്ചതിൽ. ഇങ്ങനൊരു എനിക്ക് തിരിച്ചടിക്കാൻ ഞാൻ സമ്മതിച്ചു. അതായത് പല ഞാൻ ചോദിക്കുന്നത്, അതായത് 112 വിളിക്കേണ്ട ഒരു കേസായിരുന്നു ഇത്. 112 വിളിച്ചില്ല, കേസിന് പോയില്ല. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി അവര് വേറൊരു വഴിയിൽ നടന്നു. ബസ് കയറിയ ഒരാളിൽ ടിക്കറ്റ് ഉണ്ടാവില്ല. ആ ബസ്സിൽ കയറി ടിക്കറ്റ് ഉള്ള ഒരു മനുഷ്യന് എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വരില്ല. ഈ സ്വകാര്യ ഇടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇത് മുഴുവനും. അതായത് എന്റെ അടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നെ തോണ്ടുകയോ എന്റെ മേൽ ഉരസുകയോ അല്ലെങ്കിൽ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തെളിവ് കാണിക്കാൻ യാതൊന്നുമില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഇവരൊരു പക്ഷേ ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ കടന്നുപോയത് കാരണം കൊണ്ടാകാം അവരൊരു ട്യൂൾ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് പാർട്ട് ഓഫ് സെൽഫ് ഡിഫെൻസ്. സൗമ്യയും നിർഭയയും ഒക്കെ ഇതുമായിട്ട് കൂട്ടിക്കലർത്തരുത്. കാരണം അതൊക്കെ ജെന്യൂൻ ആയിട്ട് നടന്നിട്ടുള്ള ഒരു കേസാണ്, അത് വേറെ കേസാണ്. ഓക്കെ, അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു, അതായത് നമ്മുടെ രാജ്യത്തെ നിയമം അതിനനുസരിച്ച്, കാരണം ഡിലേ വരുന്നുണ്ട്, ജസ്റ്റിസിന് ഡിലേ വരുന്നുണ്ട്, കോടതി എടുക്കുന്ന സമയം, അതുപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം, ഈ ടൈമൊക്കെ എടുത്തിട്ട് ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടുമ്പോഴേക്കും ഒരുപാട് വർഷങ്ങൾ കഴിയും. ഇനി ആ വ്യക്തിക്ക് ശിക്ഷ കിട്ടുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് പലതരത്തിലുള്ള, അതായത് അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞിട്ട് പിന്നീട് ശിക്ഷ ഇളവ് വരുത്തി അവരെ വെറുതെ വിടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലുള്ള നിർഭയ കേസൊക്കെ വീണ്ടും വീണ്ടും ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പല കേസുകൾ, റേപ്പ് കേസസ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കാനുള്ള കാരണം ഇവിടുത്തെ നിയമത്തിന്റെ പ്രശ്നമാണ്. നിയമം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. പിന്നെ ആ കേസും ഈ ഷിംജിതയുടെ കേസും കമ്പയർ ചെയ്യരുത്. കാരണം ദീപക് മരണപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് യാതൊരു തെളിവോ അല്ലെങ്കിൽ ഒരു ബേസും ഇല്ലാത്ത വെറും ഒരു ആരോപണം. ആ ആരോപണത്തിൽ ഒരു ബേസും ഇല്ല. ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു, പങ്കുവെച്ചു, ആ വീഡിയോയിലാണെങ്കിൽ ഒന്നുമില്ല. അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, പോലീസിൽ പോലും കംപ്ലൈന്റ് ചെയ്യാതെ പോസ്റ്റ് ചെയ്തിട്ട് ഒരു വ്യക്തി മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് ആ കേസും ഈ കേസും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതൊരു ടൂളായിട്ട് എടുക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം നമുക്കറിയാം ജെന്യൂൻ ആയിട്ട് ഒരുപാട് കേസസ് ഉണ്ട്. ഈ ബസ്സിൽ നിന്നൊക്കെയുള്ള അതിക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതൊരു ടൂൾ തന്നെയാണ്. കാരണം അതൊരു സേഫ്റ്റിയാണ്. അതായത് ഈ ഒരു കാര്യം ഓണാക്കി വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക്, അതായത് സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് ക്യാപ്ചർ ചെയ്തിട്ട് തെളിവായി കാണിക്കാൻ പറ്റും. ശരിയാണ്. പക്ഷേ ഈ തെളിവായിട്ട് കാണിക്കേണ്ടത് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല, നേരെ പോലീസ് സ്റ്റേഷനിലോ പോലീസ് എയ്ഡ് പോസ്റ്റിലോ പോയി കംപ്ലൈന്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ സാധനം എടുത്ത് ഈ ഒരു പറയുന്ന ഈ വെപ്പൺ ഈ ടൂൾ എടുത്ത് വീഡിയോ പിടിച്ച് വീട്ടിലേക്ക് പോയി എവിടെയും പോലീസിൽ നിന്ന് കംപ്ലൈന്റ് ചെയ്യാതെ നേരെ വീട്ടിൽ പോയി അത് എഡിറ്റ് ചെയ്ത് ഒരു സെറ്റപ്പ് ആക്കി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു. എന്ത് സംഭവിച്ചു? ആ വ്യക്തി മരണപ്പെട്ടു, അല്ലെ? അതല്ല സംഭവിച്ചത്. ആ ഒരു കാര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊരു ടൂളാണെന്ന് പറഞ്ഞിട്ടോ? ഒരിക്കലുമല്ല. ചില ആളുകൾ ഇതിന്റെ കമന്റ് ബോക്സിൽ കണ്ട 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും അതായത് പൊതുസ്ഥലത്ത് നിന്ന്, അതായത് ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്താൽ അല്ലെങ്കിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്തിന് എന്റെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു എന്ന് ചോദിക്കുന്നു എന്ന് പറയുന്നു. ഓക്കെ, എന്നാൽ അതേസമയം ഒരു പുരുഷന്റെ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ആ ചോദ്യം വരുന്നില്ല. അവിടെ എവിടെയാണ് ഈക്വാലിറ്റി വരുന്നത്? അവിടെ ഈക്വാലിറ്റി വരുന്നില്ലല്ലോ. കാരണം സ്ത്രീന്റെ എടുക്കുമ്പോൾ ഒരു പ്രശ്നം, അതായത് അവർക്ക് ചോദിക്കാതെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറയും. നേരെ തിരിച്ചെടുക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണോ? പക്ഷെ അത് ഓക്കെയാണ്.
പക്ഷെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, അതായത് ഇവർ പറഞ്ഞതുപോലെ അതൊരു സേഫ്റ്റിയാണ്. കാരണം തെളിവ് ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ തെളിവ് എന്ന് പറയുന്നത്, ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത് ഈ ടൂൾ ഉപയോഗിച്ച്, വെപ്പൺ ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇടുകയല്ല ചെയ്യേണ്ടത്. ആദ്യം പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, തെളിവ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പോവുക, കംപ്ലൈന്റ് ചെയ്യുക. ഇനി അവിടെ പോയി തക്കതായിട്ടുള്ള നമുക്ക്, അതായത് ഒരു കംപ്ലൈന്റ് കൊടുത്ത് ആ കംപ്ലൈന്റിന് പറ്റിയിട്ടുള്ള ജസ്റ്റിസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, നീതി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ ആ കംപ്ലൈന്റ് സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ സ്വീകരിച്ച പക്ഷേ അതിനോട് യാതൊന്നും അവർ ചെയ്യുന്നില്ലെങ്കിൽ, ഇതൊക്കെ നടന്ന് അവർക്ക് മുകളിൽ അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയെ കാണുക, മീറ്റ് ചെയ്യുക. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അതായത് എവിടെ പോയിട്ടും നീതി കിട്ടുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് പോലും പോലീസ് കേസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ കേസ് എടുത്തിട്ട് അനങ്ങാതിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പോലീസിന്റെ അനാസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ പറ്റും. അല്ലാതെ വീഡിയോ എടുത്ത് നേരെ വീട്ടിൽ പോയി എഡിറ്റ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഇവരെ എങ്ങനെ നിങ്ങൾ ന്യായീകരിക്കാൻ നോക്കുന്നത്? ശരിയാണ്, അത് വെപ്പണാണ്, മൊബൈൽ ഫോൺ വെപ്പൺ ആണ്, ഓക്കെ തന്നെയാണ്. പക്ഷേ എങ്ങനെ ഇതിനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ സാധിക്കും?